എൻ്റെ ടേക്ക് ഞാൻ ആദ്യം പറയാം KC വേണുഗോപാൽ. KC വേണുഗോപാൽ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാലായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. നഷ്ടപ്പെടേണ്ടത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കുമായിരുന്നു. അതല്ല, CPM ശ്രമിച്ചിരുന്നെങ്കിൽ പാലക്കാട് വിജയിക്കുമായിരുന്നു. അങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഏതായാലും ആലപ്പുഴ KC വേണുഗോപാൽ വന്നതോടുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും KC വേണുഗോപാൽ. KC വേണുഗോപാൽ വഴി ആലപ്പുഴ കോൺഗ്രസ് തിരിച്ചുപിടിക്കും. 40,000 വോട്ടിന് ഭൂരിപക്ഷം. ഞാൻ ടൈ. അല്ല, എനിക്ക് 4-5 മണ്ഡലങ്ങളുണ്ട്. KC വേണുഗോപാൽ. അരുൺ സാർ, ഞാൻ KC വേണുഗോപാൽ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു KC വേണുഗോപാൽ. എനിക്ക് സംശയമില്ല KC വേണുഗോപാൽ. Okay, then moving to എറണാകുളം ഹൈബി ഈഡൻ. എനിക്ക് നോ ഡൗട്ട് ഹൈബി ഈഡൻ പക്ഷെ ഭയങ്കരമായിട്ട് ഇത് കുറയും കേട്ടോ, ഭൂരിപക്ഷം കുറയും. ഹൈബി ഈഡൻ ജയിച്ചു വരും. ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ്. ഇപ്രാവശ്യം ഈ 2020യും ഷൈൻ ടീച്ചറും അദ്ദേഹത്തിന്റെ കുറയ്ക്കും. നല്ല പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ജയിക്കുന്നത് ഹൈബി ഈഡൻ. ഹൈബി തന്നെയാണ്. വലിയ ഭൂരിപക്ഷം കുറയുമെന്ന് തോന്നുന്നില്ല. ആദ്യഘട്ടത്തിൽ ഹൈബിക്ക് മത്സരം പോലും ഉണ്ടായിരുന്നില്ല. ഷൈൻ ടീച്ചർ മത്സരത്തിന് ശേഷം ശക്തമായിട്ടുള്ള ഫൈറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, കുറച്ചു നാൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഷൈൻ ടീച്ചർക്ക് ഹൈബിയുടെ മറികടക്കാൻ കഴിയുമായിരുന്നു. നിലവിലുള്ള സ്ഥിതിയിൽ ഹൈബി തന്നെയാണ്. പക്ഷെ നല്ല മത്സരമാണ്. ഹൃദയത്തിൽ ഹൈബി. ഓക്കെ, ചാലക്കുടിയിലേക്ക് എത്തിയാൽ ടൈറ്റ് ഫൈറ്റ് ആണെന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ടൈ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ടു ബെന്നി ബെഹനാൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ. പിന്നെ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് ആയിരുന്നല്ലോ മത്സരിച്ചത്. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ചാലക്കുടിയിൽ പിന്നെ ബെന്നി ബെഹനാൻ വിജയിച്ചു വരും. ഞാൻ പറയുന്നത് കംഫർട്ടബിൾ മെജോറിറ്റി, ഒരു 50,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിളായിട്ട് ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബെഹനാൻ വിജയിച്ചു വരും. ഞാനും അതാണ് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാന് നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,00,000 ഒന്നും ഉണ്ടാവില്ല, വളരെ ചെറിയ ഭൂരിപക്ഷമായിരിക്കും. പക്ഷേ എന്നാലും ബെന്നി ബെഹനാൻ അഡ്വാൻറ്റേജ് ബെന്നി ബെഹനാൻ. ചെറിയ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ. യെസ്, ബെന്നി ബെഹനാൻ നോട്ട് ലെസ് ദാൻ 25,000. ഓക്കെ, ഫൈൻ. ദെൻ കം ടു ആലത്തൂർ മണ്ഡലത്തിൽ പ്രധാനമായിട്ടും മത്സരം നടന്നത് LDFും UDFും തമ്മിലാണ്. സരസ്വതി ടീച്ചർ അവിടെ വന്നെങ്കിലും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആലത്തൂർ മണ്ഡലത്തിൽ അഡ്വാൻറ്റേജ് ഗോസ് ടു രാധാകൃഷ്ണൻ. ആലത്തൂർ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ തന്നെയാണ് അഡ്വാൻറ്റേജ്. രാധാകൃഷ്ണൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസ്. പക്ഷേ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ആലത്തൂരിൻ്റെ ഒരു മനസ്സാണ് രാധാകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് തന്നെ രാധാകൃഷ്ണനായിരിക്കും പൊളിറ്റിക്കൽ വോട്ടിംഗ്. അതെ, പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ്. രാധാകൃഷ്ണൻ വന്നതോടെ തന്നെ ആ കളം മാറി, സ്ഥിതി മാറി. രാധാകൃഷ്ണൻ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് എ ടൈറ്റ് ഫൈറ്റ്, ബട്ട് ദേർ രാധാകൃഷ്ണൻ ഈസ് ഹാവിംഗ് ആൻ അഡ്വാൻറ്റേജ്. ഞാനും രാധാകൃഷ്ണൻ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി. രാധാകൃഷ്ണൻ. രമ്യ ഹരിദാസ്. ഒരേ ഒരാൾ മാത്രമാണ് രമ്യ ഹരിദാസ് വിജയിക്കും എന്ന് പറഞ്ഞത്, സുജയ പാർവതി. ദെൻ മൂവിംഗ് ടു തൃശ്ശൂർ ടൈറ്റ് ഫൈറ്റ് ആണ്. ഡെഫിനറ്റ്ലി മൈ ടേക്ക് ഈസ് സുനിൽ കുമാർ. ഇനി ഞാനാണോ പറയുന്നത്? കെ മുരളീധരൻ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു വരും. 2ാം സ്ഥാനത്ത് സുനിൽകുമാർ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകും. അപ്പോൾ കെ മുരളീധരനാണ് തൃശ്ശൂരിൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ഞാൻ സുനിൽകുമാർ. എനിക്ക് സുനിൽകുമാറും സുരേഷ് ഗോപിയും വളരെ പേഴ്സണൽ റിലേഷൻ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഡിസിഷൻ എടുത്തതാണ്. ഞാൻ അതിൻ്റെ ആദ്യത്തിൻ്റെ ഡിസിഷനാണ്. പക്ഷേ ഈ സുനിൽകുമാർ എന്ന് പറയുന്നത് നല്ല റിലേഷനുള്ള ആളാണ്, നല്ല മനുഷ്യനാണ്, ആ നാട്ടിലെ നല്ല മനുഷ്യൻ. സുരേഷ് ഗോപി അതുപോലെ തന്നെയാണ്. പക്ഷെ എൻ്റെ ടേക്ക് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിയാണ് താങ്കൾ പറഞ്ഞ ഒരു സീറ്റ് അല്ലേ? അതെ, തൃശ്ശൂർ. കേരളത്തിൽ NDA താമര വിരിയുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂരായിരിക്കും. അത് സുരേഷ് ഗോപി ആയിരിക്കും. സുജയ, ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല എന്നോട്. സുരേഷ് ഗോപി ചോദ്യത്തിന് ആവശ്യമില്ലേ? സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എത്രയായിരിക്കും ഭൂരിപക്ഷം? ഭൂരിപക്ഷം എത്രയായാലും ജയിക്കട്ടെ. അപ്പൊ ഒരാൾ മാത്രമേ കെ മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഞാനാണോ? നിങ്ങൾ 3 പേര് സുനിൽകുമാർ പറഞ്ഞു. നിങ്ങൾ 2 താമരയും പറഞ്ഞു. നമുക്ക് നോക്കാം. ഇനി പാലക്കാട്ടേക്ക് എത്തുന്നു. പാലക്കാട്ടേക്ക് എത്തിയാൽ എൻ്റെ ടേക്ക് വിജയരാഘവൻ എന്നുള്ളതാണ്. കാരണം വിജയരാഘവന് ശക്തമായ മത്സരം മണ്ണാർക്കാടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പാലക്കാടിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ മലമ്പുഴയിലും കോങ്ങാടും ഒറ്റപ്പാലത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഷൊർണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മറികടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പാലക്കാട് വിജയരാഘവന് ഒരുപക്ഷെ 10,000 മുതൽ 20,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയരാഘവൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അഡ്വാൻറ്റേജ് ഗോസ് ടു വിജയരാഘവൻ. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് സുഖകരമായി ജയിച്ചു വരാവുന്ന ഒരു സീറ്റായിരുന്നു MP രാജേഷ്. 1,00,000 വോട്ടിന് വീരേന്ദ്രകുമാറിനെ തോപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ചില പടലപ്പിളക്കങ്ങളാണ് യഥാർത്ഥത്തിൽ അത് റിഫ്ലക്ട് ചെയ്ത് 10,000 വോട്ടിന് തോപ്പിച്ചത്, ശ്രീകണ്ഠനെ വിജയിപ്പിച്ചത്. ആ സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വിജയരാഘവന് ഒരു
ഒരു 10,000 മുതൽ, ഞാൻ അരുണിൻ്റെ അതേ ഫിഗർ തന്നെയാണ് എടുക്കുന്നത്, 10,000-നും 20,000-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാം. കാരണം ശ്രീകണ്ഠൻ അവസരം മുതലാക്കി കുറേ കൂടിയൊക്കെ ജനകീയനാകുകയും കുറേ കൂടി ബന്ധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഫൈറ്റ് അവിടെ ടൈറ്റ് ആകുന്നത്. എഗെയിൻ വിജയരാഘവനാണ് പാലക്കാട് അഡ്വാൻറ്റേജ്. വിജയരാഘവൻ വിജയിച്ചു വരും. സ്മൃതി, പാലക്കാട് വിജയരാഘവനാണ്. അവിടെ പാർട്ടി സംഘടനാ സംവിധാനം ശക്തമായതുകൊണ്ട് പാലക്കാടുകാരനല്ലാത്തത് കൊണ്ട് വിജയരാഘവന് സാധ്യത. വിജയരാഘവൻ. അൻറ്റു? വിജയരാഘവൻ. സുജയ? വിജയരാഘവൻ ജയിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ശ്രീകണ്ഠൻ നല്ലൊരു ഫൈറ്റ് അവിടെ കൊടുത്തിട്ടില്ല. അവിടെ യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾ ജയിക്കാനാണ്. അതെ, കൃഷ്ണകുമാർ ജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വേറൊരു കാര്യമുണ്ട് അരുൺ, കൃഷ്ണകുമാർ അവിടെ നല്ല നല്ല ആ നാടിന് വേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ്. വർക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. ചില പോക്കറ്റുകൾ അൺപോപ്പുലർ ആണ്. അല്ല, ബിജെപിയുടെ മണ്ഡലങ്ങളിൽ കേരളത്തിൽ വർക്ക് ചെയ്ത ഏറ്റവും നല്ല വർക്ക് ചെയ്ത മണ്ഡലങ്ങൾ ഒന്നുകൂടിയാണ്. എന്റെ അടുത്ത സുഹൃത്താണ്. നന്നായി വർക്ക് കൃഷ്ണകുമാറിന് അവിടെ വിജയിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ വിജയരാഘവൻ കൃഷ്ണകുമാർ വോട്ട് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ വിജയരാഘവന് നല്ല രീതിയിൽ ത്രെറ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഞാൻ പാലക്കാട് കാണും. വോട്ടായിരിക്കും പോവാ സ്വാഭാവികമായി. നോക്കാം.